ഇത് ഞാൻ അങ്ങോട്ട് പ്ലാവ് ഉണ്ടായി നോക്കാൻ പോണ ഒരു ലൊക്കേഷനാണ്. ഇത് ജാതിയാട്ടോ, ഇത് ഗോൾഡൻ ബഡ് ജാതി. അത് ആ കാണാൻ പ്ലാവ്. ഇത് ഇവിടേക്ക് പോകുന്ന ഇത് പണ്ട് തെങ്ങ് ചെത്തിയായപ്പോൾ അത് വെട്ടിയിട്ടതാണ്. പക്ഷെ അത് ഡീക്കേ ചെയ്ത് തുടങ്ങി. ഇന്നലെ ഞാനിതിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ഇവിടെ കാല് സ്ലിപ്പ് ചെയ്തു. ഇല്ല, ഈ ഇത് കണ്ടില്ലേ, സ്ലിപ്പ് ചെയ്ത ഏരിയ. കാരണം ഇത് ഇപ്പോൾ വെട്ടിയിട്ടിട്ട് ഒരു വർഷം ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പതുക്കെ ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ഒരു വർഷമായില്ല, ഒരു വർഷം താഴെ ആയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് പോകുന്ന സൈഡിൽ നമുക്ക് വേറെ റൂട്ട് കണ്ടുപിടിക്കണം. ഈ കൊല്ലം 2025 3 തവണ വീണു. ഇതിപ്പോൾ ലാസ്റ്റ് വീഴ്ച ഇവിടെയായിരുന്നു. ഇന്നലെ ഈ ഏരിയയിൽ ചവിട്ടിപ്പോട്ട് പോയി. എൻ്റെ കാല് 2 സൈഡും സ്ലിപ്പായി പോയതിൻ്റെ ഇതാണ്. ആ ചെരുപ്പ് സ്ലിപ്പായി പോയതിൻ്റെയാണ് പാട്. ഇന്നലെയല്ലേ, മിനിങ്ങാന്ന്. ഇപ്പോൾ 2-3 വീഴ്ച. എന്നാളും ഒരു കല്യാണത്തിന്, അച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിന്, ഇവിടെ വികാരി അച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിന് അവിടെ ഇന്നലെ ഇത് ബാറ്റയുടെ ഷൂ നല്ല പിടുത്തമുള്ള ഷൂ ആയിട്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സ്ലിപ്പ് ചെയ്തു. ഇവിടെ മഴ പെയ്ത് കിടക്കണ്ടായിരുന്നു, അതായിരിക്കും സ്ലിപ്പ് ചെയ്തത്. അപ്പോൾ ഇത് ഡീക്കേ ചെയ്ത് തുടങ്ങി ഈ തെങ്ങിൻ്റെ ഇത്. അച്ഛൻ്റെ അവിടെ പോയപ്പോൾ, മറ്റേ മോൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ സ്ലിപ്പ് ചെയ്ത് വീണു. പിന്നെ ഏപ്രിലിൽ ജാതി നനച്ചുകൊണ്ടിരുന്ന സ്ലിപ്പ് ചെയ്ത് 3ാമത്തെ വീഴ്ചയാണ്. നമ്മൾ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ക്ലിയർ ആവും. കാരണം ഇത് മറ്റേ പൂക്കൾ വൈഫും പിള്ളേരും ഒക്കെ മോളും ഒക്കെ കൂടിയുള്ള ഇതായിരുന്നു. ഞാനിതിനത്ര ശ്രദ്ധിക്കാറില്ല. അടുക്കള സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് ചുറ്റും വയ്ക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ബാക്ക് സൈഡിലേക്ക് വിലക്ക് ചുറ്റും ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇത് റംബൂട്ടാൻ എല്ലാം ഫിലോസാന. കഴിഞ്ഞ കൊല്ലം കുറേ കിട്ടി. ഇത് സിട്രസ്. പക്ഷേ ഇതിൽ വേറെ ഉണ്ടായിട്ടില്ല. നാരങ്ങ. ഇത് മാജിക് ഫ്രൂട്ട്, അതായത് മിറക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഇതായിരിക്കും. ഇത് നമ്മുടെ പ്രിയൂർ മാങ്ങയാണ്. ഈ മാമ്പഴമാണ്. ഈ സൈഡിൽ കുറേ മാവും തൈ നട്ടിട്ടുണ്ട്. ഇത് സിലോണല്ലോ അങ്ങനെ ഏതാണ്ടൊരു മാങ്ങ. ഇത് നമ്മുടെ നീലാരി പസന്ത. എൻ്റെ പേര് ഞാൻ മറന്നു. എന്തായാലും ആവട്ടെ. ഇത് നീലാരി പസന്ത്. അത് രണ്ടും മറ്റേ പുതിയ ടൈപ്പ് നല്ല മാവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ റൂട്ടിലേക്ക് അങ്ങോട്ട് മാറ്റി. ഇവിടെയും കുറച്ച് കല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്രയും സ്ലിപ്പ് ചെയ്യില്ല. ഇത് രണ്ടും മാവ്, നാളുകെട്ട മാവാണ് പുതിയത്. ഇത് കാണാനായിട്ട് ഇതിക്കടെ വന്നുകൊണ്ടിരുന്നു. ഇതിക്കടെ വരുന്നത് സേഫല്ല. ഇപ്പം തറയിൽ ചവിട്ടി തന്നെ പോകണ്ട. ഇതിൻ്റെ മേലിൽ ചവിട്ടി വരുന്നത് സേഫല്ല. അത് ഡിക്കേ ചെയ്ത് തുടങ്ങി. ഇത് ബഡ് ജാതി. ഇത് ബഡ് ജാതി. പഴയ മാവ് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ മുഴുവൻ ഇറ്റിക്കണ്ണി കയറിപ്പോയി. ഇനിയിപ്പോൾ പുതിയതായിട്ട് മുളച്ചു വരണം. ഇത് ബഡ് മാവ് പുതിയ. അതിൻ്റെ പേര് നമ്മുടെ പേരെന്തേലും ആവട്ടെ, പേര് വിട്ടുപോയല്ലോ. ഇത് രണ്ടും പുതിയ നട്ടതാണ്. ബഡാണ്, ബഡ് മാവ്. ബാക്കിലേക്കണ മൂവാണ്ടൻ മാവാണ്. അതിൻ്റെ അപ്പുറം ഇതും ഉണ്ട്. നമ്മുടെ ചെറിയ മാങ്ങ ഉണ്ടാവണം. അതിൻ്റെ മാവും ഉണ്ട് അപ്പുറത്ത്. ഇത് മൂവാണ്ടനാണ് കാണുന്നത്. ഇത് നാരങ്ങ മോള് ഓൺലൈൻ മേടിച്ചു. അത്
ബക്കറ്റിൽ നട്ടു നോക്കിയേക്കണേ. ഇത് മറ്റേ ചെറിയ മാവ് ഉണ്ടാക്കണം. മാവ ചെറിയ മാങ്ങ ഉണ്ടാവണം മാവ്.